നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ പ്രവചിച്ചിരുന്നു. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ സംസ്ഥാനം ചൂടിന്റെ ആഘാതത്തിലൂടെ കടന്നു പോകുമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിലവിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. അടുത്ത 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനത്തിൽ ഗ്രീൻ, വൈറ്റ് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരിയ മഴ ഉണ്ടാകും. നിലവിൽ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഉയർന്ന താപനില മുന്നറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്നും നാളെയും മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 24/1/2025 തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊടുംചൂടിൽ നിന്ന് ആശ്വാസം തേടി മലമുകളിലെ മഞ്ഞും കാഴ്ചകളും തേടിയെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ്. ചൂട് കൂടിയതോടെ ഹരിതാഭമായ മലമുകളെല്ലാം ഇല്ലാതെയായി. ചിലയിടത്ത് തീപിടുത്ത ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. വേനലിന്റെ കാഠിന്യം കൂടിയതോടെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളുടെ വരവും കൂടിയിട്ടുണ്ട്. കാട്ടുപന്നിയും കുരങ്ങും മയിലും മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കാട്ടുപോത്തും ആനയും കരടിയും ഒക്കെ നാട്ടിൽ വിഹരിക്കുകയാണ്. ഏതായാലും കുറച്ചു വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ ആകെ തകിടം മറിഞ്ഞ നിലയിലാണ്. മഴ സാധ്യതാ പ്രവചനങ്ങളുള്ള മാസത്തിലായിരിക്കില്ല ഒരുപക്ഷെ മഴ പെയ്യുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും പ്രവചനങ്ങൾ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്.